കുളിപ്പിക്കുന്ന കാര്യം ഒരു മഹൽ കാര്യമാണ്. ആ മഹൽ കാര്യം സമൂഹത്തിൽ ഒരുപാട് ആളുകൾ ആ രംഗത്തിനൊന്ന് ഒഴിവാണ്. പലർക്കും ആ വിഷയത്തിൽ ആ രംഗത്ത് ധൈര്യമില്ല, അറിവില്ല, താല്പര്യമില്ല, മോശപ്പെട്ട പണിയായിട്ടും കാണുന്നു. അതുകൊണ്ട് അങ്ങനെയൊന്നും കാണേണ്ട ഒരു കാര്യമല്ല. അല്ലാഹുവിന്റെ അടുക്കൽ അതാ തനിക്ക് കിട്ടാവുന്ന ഒരു വലിയ കാര്യമാണിത് എന്ന നിലക്ക് മാലോകരുടെ പ്രശംസയല്ല താൻ മോഹിക്കുന്നത്, ആളുകളുടെ നല്ല വാക്കല്ല മോഹിക്കുന്നത്. ഈ കുടുംബത്തിൽ നിന്നുള്ള ഏതെങ്കിലും ആളുകളിലേക്ക് ഇത് മുഖേന എനിക്കൊരു അടുപ്പമുണ്ടാക്കുക എന്ന ഭൗതികമായ നേട്ടവുമല്ല ഉദ്ദേശിക്കുന്നത്. ഉദ്ദേശിക്കേണ്ടത് അല്ലാഹുവേ നിന്റെ അടുക്കൽ എനിക്ക് വലിയ പ്രതിഫലം കിട്ടണം, ആ ഒരു വലിയ കാര്യം എന്ന നിലക്കാണ് പങ്കെടുക്കേണ്ടത്. രണ്ടാമതായി ചിന്തിക്കേണ്ട കാര്യം എന്താണ്? രണ്ടാമതായി ജനാസ കുളിപ്പിക്കുന്നവർ മനസ്സിലാക്കിയിരിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണ്? ജനാസ കുളിപ്പിക്കപ്പെടുമ്പോ ഒരുപക്ഷെ പല കാര്യങ്ങളും നമ്മൾ കാണേണ്ടി വരുന്നു, പല പോരായ്മകളും ഒരുപക്ഷെ ഉണ്ടായേക്കും. അതൊന്നും ഇങ്ങനെ കുളിപ്പിച്ചു കഴിഞ്ഞതിന്റെ ശേഷം ആലോകരുടെ മുമ്പിൽ പരസ്യപ്പെടുത്താൻ പാടുള്ളതല്ല. അതൊരു അമാനത്താണ്, അതൊരു അമാനത്താണ്. നിങ്ങൾ നോക്കൂ, അത് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ചിലപ്പോൾ ജനാസ ഇങ്ങനെ കുളിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോ വയറ്റിൽ നിന്ന് വളരെ മോശപ്പെട്ട ദുർഗന്ധത്തോടുകൂടി പലതും പുറത്ത് വന്നേക്കും. അതുപോലെ തന്നെ വിമിഷ്ടമുണ്ടാകുന്ന പലതും കണ്ടേക്കും. അതൊന്നും പറയാൻ പാടില്ല, അതൊക്കെ മൂടി വെക്കുകയാണ് ചെയ്യേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് നോക്കൂ, മൻ ഗസ്സല മയ്യിതൻ ഫഅദ്ദാ ഫീഹിൽ അമാനത വലം യുഫ്ശി അലൈഹി മാ യകൂനു മിൻഹു ഇൻദ ദാലിക ഖറജ മിൻ ദുനൂബിഹി. ഇമാം അഹ്മദ് റിപ്പോർട്ട് ചെയ്യുന്നു, ആരെങ്കിലും ഒരു മയ്യത്തിനെ കുളിപ്പിക്കുകയും ഫഅദ്ദാ ഫീഹിൽ അമാന, ആ വിഷയത്തിലെ അമാനത്തവൻ നിർവഹിക്കുകയും ചെയ്താൽ, എന്താണ് ആ വിഷയത്തിലെ അമാനത്ത്? വലം യുഫ്ശി അലൈഹി മാ യകൂനു മിൻഹു ഇൻദ ദാലിക, ആ ഘട്ടത്തിൽ അനുഭവപ്പെട്ടേക്കാവുന്ന എന്തെങ്കിലും അവന് വിമിഷ്ടം തോന്നിയിട്ടുള്ള എന്തെങ്കിലും പ്രയാസകരമായ കാര്യങ്ങൾ തോന്നിയിട്ടുണ്ടെങ്കിൽ പറഞ്ഞുകൂടാ. അങ്ങനെ പരസ്യപ്പെടുത്താതെ അത് തന്റെ സഹോദരന്റെ ഒരു അയ്ബ് പരസ്യപ്പെടുത്തിക്കൂടാ. അത് ജീവിതകാലത്താണെങ്കിലും മരണത്തിന്റെ ശേഷമാണെങ്കിലും അത് പറ്റില്ലെന്ന നിലക്കൊരാള് അത് മൂടിവെക്കുമ്പോ അവന്റെ പാപത്തിൽ നിന്നവൻ പുറത്തു കിടക്കുന്നു. ജനാസ കുളിപ്പിച്ച വ്യക്തിക്കഥ അവന്റെ ദോഷങ്ങൾ പൊറുക്കാൻ അത് ഒരു നിമിത്തമായി മാറുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, മൻ സതറ മുസ്ലിമാ, ഒരു മുസ്ലിമിന്റെ പോരായ്മകൾ ആരെങ്കിലും അത് മൂടി വെക്കുകയാണെങ്കിൽ, നമ്മളൊരു മുസ്ലിമിന്റെ പോരായ്മ അറിഞ്ഞു, ദൗർബല്യത്തോടുകൂടി ഒരാളിൽ എന്തോ സംഭവിച്ചതാണ്, അത് നമ്മൾ മാലോകരോട് പാടി നടക്കാതെ, അത് മറ്റുള്ളവരുടെ മുമ്പിൽ പറഞ്ഞ മനുഷ്യനെ അവഹേളിക്കാതെ, ഒരു മുസ്ലിമാണ്, ഒരു മുത്തഖിയായ മനുഷ്യനാണ്, ആ മനുഷ്യന്റെ മാനുഷികമായ നിലക്കുള്ളവരെ പോരായ്മ നമ്മൾ മറച്ചു വെക്കുകയാണെങ്കിലോ സതറഹുല്ലാഹു യൗമൽ ഖിയാമ, അന്ത്യനാളിൽ ഈ മനുഷ്യന്റെ പോരായ്മകൾ അതാ കോടാനുകോടി മനുഷ്യന്മാര് കാണേണ്ടി വരുന്ന പോരായ്മകൾ, കോടാനുകോടി മനുഷ്യന്മാര് മഹ്ശറിൽ അറിയേണ്ടി വരുന്ന ഓമരുടെ ഓരോരുത്തരുടെയും ന്യൂനതകളതാ അല്ലാഹു ഈ ഒരു കാര്യം അവൻ മറച്ചു വെച്ചതിന്റെ പേരിൽ മറച്ചു വെക്കുന്നതാണ്. പരലോകത്ത് അവന് നിന്ദിക്കപ്പെടാത്ത ഒരവസ്ഥയിലേക്ക് അല്ലാഹു അവന് പദവി നൽകുന്നതാണ്. ഇനിയും നോക്കൂ, ആ വിഷയത്തിൽ ഇനിയും ഹദീസുകളുണ്ട്. മൻ ഗസ്സല മുസ്ലിമൻ ഫകതമ അലൈഹി ഗഫറ ലഹു അല്ലാഹു 40 മറത്തൻ. ഒരു മുസ്ലിമിനെ ഒരാൾ കുളിപ്പിക്കുകയാണ്, ഒരു മുസ്ലിമിന്റെ ജനാസയെ ഒരാൾ കുളിപ്പിക്കുകയും ആ നിലക്ക് ഫകതമ അലൈഹി, അങ്ങനെ അവൻ അനുഭവപ്പെട്ട ഏതെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ അതവൻ മറച്ചു വെക്കുകയും ചെയ്താൽ ഗഫറ ലഹു അല്ലാഹ് ഈ മനുഷ്യന് പുറത്തു കൊടുക്കുന്നതാണ് 40 മറത്തൻ, 40 വട്ടം പുറത്തു കൊടുക്കുന്നതാണ്. മറ്റു ചില റിപ്പോർട്ടുകളിൽ ഈ സംഭവം പറഞ്ഞിട്ട് 40 കബീറത്തൻ, ഒരു 40 വന്തോഷം വരെ പൊറുക്കപ്പെടാൻ മാത്രം നല്ല കാര്യമാണിത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്നുള്ള റിപ്പോർട്ടുകളിൽ അതാ റിപ്പോർട്ട് ചെയ്യപ്പെട്ട് കാണുന്നു.
അപ്പൊ പ്രിയപ്പെട്ടവരെ, ആ നിലക്കാണ് സംഗതികൾ. ഒരു ജനാസ കുളിപ്പിക്കപ്പെടുക എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നമ്മുടെ ശരീരം വൃത്തിയാക്കാറുണ്ട്. നമ്മൾ ഓരോ കുളി കഴിയുന്ന നേരത്തും നമ്മൾ ബാത്റൂമിൽ നിന്നോ പുഴയിൽ വെച്ചോ എവിടെ വെച്ചാണെങ്കിലും നമ്മൾ ഇങ്ങനെ ശരീരത്തിൽ ഇങ്ങനെ സോപ്പ് തേച്ച് വളരെ ഭംഗിയായി ശരീരം ഇങ്ങനെ അഴുക്ക് വൃത്തിയാക്കി കൊണ്ടിരിക്കുന്ന നേരത്ത്, ഓ പ്രിയപ്പെട്ട മുസ്ലിമേ, നമ്മുടെ മനസ്സിലൊരു ഓർമ്മ വരണം, ഇതൊരു പക്ഷേ എന്റെ ജീവിതത്തിലെ അവസാനത്തെ കുളിയായിരിക്കും. ഞാൻ എന്റെ ശരീരം കഴുകുന്ന അവസാന ചാൻസ് ആയിരിക്കാം ഇത് എന്ന് ഓരോ ഘട്ടത്തിലും നമ്മൾ കുളിക്കുമ്പോ മരണത്തെക്കുറിച്ചുള്ള ഓർമ്മ നമുക്ക് വരണ്ടേ? നിങ്ങൾ നോക്കൂ, ആ ഒരവസ്ഥ എന്താണ്? അതാ ആളുകളുടെ മുമ്പിൽ നമ്മൾ കടന്നു കൊടുക്കേണ്ടി വരുന്ന അവസ്ഥ, ഒന്നിനും കഴിയാത്ത അവസ്ഥ, നമ്മുടെ ജീവൻ വേർപെട്ട് കഴിഞ്ഞ് ആ ശരീരം എന്തൊക്കെ പോരായ്മകളുള്ള ശരീരമാണ്, എങ്ങനെയൊക്കെ മൂടിവെച്ച ശരീരമാണ്, എത്ര ലേപനങ്ങൾ പുരട്ടി വൃത്തിയാക്കിയ ശരീരമാണ്. അതാ കുളിപ്പിക്കപ്പെടുകയാണ്. ഇങ്ങനെ ഒരവസ്ഥ എനിക്കും വരാനുണ്ടല്ലോ. അയ്ബുണ്ടാകരുത് റബ്ബേ, ഞാൻ എന്റെ ഈ മാനികമായ അവസ്ഥയിലേക്ക് ഞാൻ ഉയരലാണ്, ഞാൻ വളരലാണ്, ഞാൻ നന്നാവലാണ്. എനിക്ക് എന്റെ എല്ലാ അവസരങ്ങളിലും ആ നിലക്ക് എനിക്ക് ഏറ്റവും ആ ഒരവസ്ഥയുണ്ടാകാൻ നല്ലതെന്ന് ചിന്തിക്കണ്ടേ? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ജനാസ കുളിപ്പിക്കുന്ന സഹാബിമാരി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വയറ്റിൽ നിന്നോ അവിടുത്തെ ശരീരത്തിൽ നിന്നോ ഒരു ദുഷിച്ച ഗന്ധം പോലും ഉണ്ടായിട്ടില്ല. അപ്പോഴും നല്ല പരിമളം അടിച്ചു വീശുകയാണ് ശരീരത്തിൽ നിന്ന്. ജീവിച്ചിരിക്കുന്ന കാലത്തും വഫാത്തായ നേരത്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധൻ തന്നെ. വഫാത്ത് കഴിഞ്ഞാൽ ഏതൊരു മനുഷ്യനിൽ നിന്നാണ് അല്പമെങ്കിലും മാലിന്യം പുറത്തു വരാത്തത്? മഹാനായ നബി തങ്ങളെ കുളിപ്പിച്ചിട്ടുള്ള സഹാബിമാര് ഒരു മാലിന്യവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ശരീരത്തിൽ കണ്ടിട്ടില്ല. അവിടുത്തെ ശരീരത്തിൽ നിന്ന് ഏതെങ്കിലും വെറുപ്പുളവാക്കുന്ന, വിഷമമുണ്ടാക്കുന്ന ഒരു ദുർനീര് പോലും ഒലിച്ചിട്ടില്ല. ജീവിതകാലത്തും പവിത്രത തന്നെ, മരണശേഷവും ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധൻ തന്നെ. അത് നബി തങ്ങൾക്ക് അല്ലാഹു കൊടുത്തിട്ടുള്ള വലിയ ഫളലാണ്. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഈമാനിന്റെ അത്യുന്നതി, വലിയ വലിയ പദവി, സ്വർഗലോകത്തേക്ക് ഉയരുന്ന പദവി. നോക്കൂ പ്രിയപ്പെട്ടവരെ, പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഇങ്ങനെ ജനാസ കുളിപ്പിക്കുന്ന രംഗം നമുക്ക് ഓർമ്മ വരേണ്ടതുണ്ട്. നമ്മളിങ്ങനെ നമ്മൾ നമ്മുടെ ശരീരത്തെ കഴുകുമ്പോ കുളിപ്പിക്കുമ്പോ എത്രയോ ആളുകളതാ പെട്ടെന്ന് മരിക്കുമ്പോ അവരും ഇതുപോലെ ഒരിക്കൽ കുളിച്ച് ബാത്റൂമിൽ നിന്ന് തോർത്തി അതുപോലെ തന്നെ വസ്ത്രമെടുത്ത് പുറത്തിറങ്ങിയവരാണ്. അപ്പോഴും നമ്മൾ ചിന്തിച്ചിട്ടില്ല ഇതെന്റെ അവസാനത്തെ വെള്ളമൊഴിക്കലാണ് എന്ന് നമ്മൾ ഓർത്തിട്ടില്ലല്ലോ. പലപ്പോഴും ആ ഒരു ഓർമ്മയും നമ്മുടെ മനസ്സിൽ ഉണ്ടാകുന്നത് നല്ലതാണ്. കാരണം എന്തെന്നല്ലേ? അക്സിറൂ മരണം നിങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ സുഖങ്ങളെയും സൗകര്യങ്ങളെയും മുറിച്ചു കളയുന്ന മരണചിന്ത നിങ്ങൾ അധികരിപ്പിക്കണേ. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്തോട് നൽകിയ വസിയ്യത്താണ്. സാന്ദർഭികമായിട്ട് ഓർമ്മപ്പെടുത്തിയെന്ന് മാത്രം. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഒരു കാര്യം നമ്മുടെയും ശരീരത്തിൽ നടക്കാനുണ്ട്. ആ ബോധം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ഇത് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ചില മസലകളുണ്ട്. അതെന്താണ്? ഒന്ന്, ഈ ജനാസ കുളിപ്പിക്കുമ്പോ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, ആ രൂപത്തിൽ ഇങ്ങനെ ജനാസ കുളിപ്പിക്കുന്ന ആളുകൾ അവർ ഉളുവോടുകൂടെ ആയിരിക്കണോ? അതല്ലെങ്കിൽ അവർ ശുദ്ധിയുള്ള ഘട്ടത്തിലുള്ളവർക്ക് മാത്രമേ കുളിപ്പിക്കാവൂ എന്നുണ്ടോ? പലപ്പോഴും പല സഹോദരിമാരും ജനാസ കുളിപ്പിക്കുന്നിടത്ത് നിന്ന് വിട്ടു നിൽക്കാറുണ്ട്. കാരണം അവര് പറയാറുണ്ട്, ഞങ്ങൾക്ക് മെൻസസ് ഉള്ള ഘട്ടമാണ്, ശുദ്ധിയില്ലാത്ത നേരമാണ്, അതുകൊണ്ട് മയ്യത്തിന്റെ സമീപത്ത് നിന്നുകൂടാ, അതല്ലെങ്കിൽ ജനാസ കുളിപ്പിച്ചുകൂടാ, കഫൻ ചെയ്യലിൽ പങ്കെടുത്തുകൂടാ എന്നൊക്കെ പറഞ്ഞിട്ട് പല സഹോദരിമാരുടെയും ജനാസ സംസ്കരണ പ്രക്രിയകളിൽ നിന്ന് വിവരമുള്ള പെണ്ണുങ്ങൾ വരെ പലപ്പോഴും മാറി നിൽക്കാറുണ്ട്. അത് വേണ്ടതില്ല. എത്രത്തോളം ഇനി പുരുഷ
പുരുഷൻ തന്നെയും ജനാബത്തുള്ളവരവസ്ഥയിലാണെങ്കിൽ പോലും അയാളും ആ രൂപത്തിലുള്ള കർമ്മത്തിന് നേതൃത്വം കൊടുക്കുന്നതിൽ ഒരു തെറ്റില്ല. അത് അനുവദിക്കപ്പെട്ട കാര്യമാണെന്ന് പണ്ഡിതന്മാർ പറഞ്ഞു കാണാം. ഒരു കറാഹത്ത് പോലും ഇല്ലാത്ത വണ്ണം മയ്യത്ത് കുളിപ്പിക്കൽ ഹൈളുകാരിക്കും അനുവദനീയമാണ്, ജനാബത്തുകാരനും അനുവദനീയമാണ്, ജനാബത്തുകാരിക്കും അനുവദനീയമാണ്, ഹൈളുകാരിക്കും അനുവദനീയമാണ് എന്ന് പണ്ഡിതന്മാർ പറയുന്നു. അപ്പൊ പ്രിയപ്പെട്ടവരെ, ആ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് മാറി നിൽക്കേണ്ടതില്ല എന്ന നിലക്കാണ് അതുകൂടി സൂചിപ്പിച്ചത്. ഇനി കുളിപ്പിക്കുമ്പോഴോ കുളിയുടെ രൂപത്തെ സംബന്ധിച്ചുള്ള ഒരു വിശദമായ കാര്യത്തിന് ഞാൻ മുതിരുന്നില്ല. അതിങ്ങനെ പറഞ്ഞു മനസ്സിലാക്കേണ്ടതല്ല. പലപ്പോഴും ആ വിഷയത്തിൽ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അധ്യാപനങ്ങൾക്ക് പിന്തുടർന്നുകൊണ്ട് ആ ചര്യയെ പഠിച്ചു മനസ്സിലാക്കിക്കൊണ്ടുള്ള ചില സീഡികളൊക്കെ ജനാസ കുളിപ്പിക്കുന്ന രംഗങ്ങൾ ഇന്ന് നമുക്ക് വാങ്ങാൻ കിട്ടുന്നതാണ്. അതൊക്കെ നിങ്ങൾക്ക് കാണുകയും മനസ്സിലാക്കുകയും ഒക്കെ ചെയ്യാം. ഞാൻ ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഓർമ്മപ്പെടുത്തി അവസാനിപ്പിക്കുകയാണ്. ഒന്ന്, ജനാസ കുളിപ്പിക്കേണ്ടത് പൊതുസ്ഥലത്ത് വെച്ചല്ല, തുറന്ന സ്ഥലത്ത് വെച്ച് ഇങ്ങനെ കണ്ടമാനം ആളുകൾക്ക് ഇങ്ങനെ കാണാവുന്ന സൗകര്യത്തിലോ ഒരുപാട് ആളുകൾക്ക് ഇങ്ങനെ എത്തി നോക്കുകയോ അല്ലെങ്കിൽ ഇങ്ങനെ കയറി വരികയോ എന്നും ചെയ്യുന്ന തുറസ്സായ സ്ഥലത്ത് വെച്ചല്ല ജനാസ കുളിപ്പിക്കേണ്ടത് മറവിൽ വെച്ച് തന്നെയാണ്. അതുപോലെ തന്നെ കുളിപ്പിക്കുന്ന അവസരത്തിൽ അതാ ഉദൂഇന്റെ അവയവങ്ങൾ കൊണ്ട് തുടങ്ങാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. പണ്ഡിതന്മാർ അത് ഉദൂ ചെയ്തു കൊടുക്കണം എന്ന നിലയ്ക്ക് വ്യാഖ്യാനിച്ചിട്ടുമുണ്ട്. പിന്നെയോ തല കഴുകുകയും അതുപോലെ തന്നെ ശരീരത്തിന്റെ മറ്റവയവങ്ങളുമൊക്കെ പൂർണ്ണമായി കഴുകാൻ പറഞ്ഞപ്പോൾ വലതുവശത്തിനാദ്യം പരിഗണന കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അഴുക്ക് ശരിക്കും വൃത്തിയാകാൻ ഉതകുന്ന നിലക്കുള്ള സോപ്പോ മറ്റു കാര്യങ്ങളോ ഒക്കെ ഉപയോഗിക്കുന്നതിന് വിരോധമില്ല. മാത്രമല്ല മുഴുവനായും കഴുകുമ്പോൾ ഒറ്റയായി കഴുകണമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. വൃത്തിയായിട്ടില്ലെങ്കിൽ വൃത്തിയാകുന്നത് വരെ എണ്ണം ഒറ്റയാകുന്ന രൂപത്തിൽ 3 തവണയോ അതുകൊണ്ടും സാധ്യമായില്ലെങ്കിൽ 5 തവണയോ അതുകൊണ്ടും വൃത്തിയായില്ലെന്ന് തോന്നുന്നുവെങ്കിൽ 7 9 ഒക്കെ തവണ വർദ്ധിപ്പിക്കാമെന്നും ഈ വിഷയത്തിലുള്ള പ്രമാണങ്ങളിൽ നിന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. അവസാനം എല്ലാ കുളിപ്പിക്കലും അവസാനിപ്പിച്ചു കഴിഞ്ഞാൽ കർപ്പൂരം പോലുള്ള സുഗന്ധദ്രവ്യങ്ങൾ കലർത്തിയിട്ട് ഉത്തമം കർപ്പൂരം കലർത്തൽ തന്നെയാണ്. ആ ഒരു പ്രത്യേകമായ ആ ജലം കൊണ്ടാണ് അവസാനത്തെ ഒഴുക്ക് വെള്ളം ഒഴിക്കേണ്ടത് എന്നും നമുക്ക് റിപ്പോർട്ടുകളിൽ കാണാം. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം മേൽപ്പറഞ്ഞ കാര്യങ്ങളെല്ലാം അവരുടേതും ശ്രദ്ധിക്കേണ്ടതുണ്ട്. പക്ഷേ അതിന്റെ പുറമേ തലയിലെ കെട്ടിവെച്ച മുടികൾ അഴിച്ചിടേണ്ടതുണ്ട്. മുടിക്കെട്ട് അഴിച്ചിട്ടതിന്റെ ശേഷം അത് നന്നായി കഴുകി തുവർത്തിയതിന്റെ ശേഷം തലയുടെ ആ മുർദാവിലെ മുടിക്കെട്ടുകൾ എടുത്തിട്ട് ആ മുടിക്കെട്ട് 3ആയിട്ട് പകുക്കേണ്ടതുണ്ട്. അങ്ങനെ മൂർദാവിൽ ഒരു ഭാഗവും 2 സൈഡിൽ ഒരു ഭാഗവുമാക്കിയിട്ട് 3 ഭാഗങ്ങളാക്കിയിട്ടാണ് ഒരു സഹോദരിയുടെ തലമുടി മെടഞ്ഞു കെട്ടേണ്ടത്. എന്നിട്ട് ആ 3ഉം കൂടി പിന്നിലേക്ക് തൂക്കിയിടുകയാണ് വേണ്ടത് എന്ന് ഉമ്മു അത്തിയ്യ റളിയല്ലാഹു തആല അൻഹയുടെ വിവരണത്തിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് മകളുടെ ജനാസ കുളിപ്പിക്കുന്ന നേരത്ത് അങ്ങനെയാണ് നിർദ്ദേശിച്ചത് എന്ന റിപ്പോർട്ടുകളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു. മാത്രമല്ല ഗുഹ്യഭാഗങ്ങൾ കഴുകുന്ന നേരത്ത് കഴിയുന്നത്ര മറച്ചുകൊണ്ടായിരിക്കണം കഴുകേണ്ടത്. നേരിട്ട് ഔറത്തിലേക്ക് നോക്കിക്കൂടാ, ഔറത്ത് ശരീരം കൊണ്ട് നേരിട്ട് സ്പർശിച്ചുകൂടാ. മറിച്ച് കയ്യിൽ വല്ല ഗ്ലൗസോ അതല്ലെങ്കിൽ തുണിയോ ഒക്കെ ചുറ്റിയിട്ടായിരിക്കണം ഔറത്തിന്റെ ഭാഗം കഴുകുകയും അതുപോലെ തന്നെ സ്പർശിക്കുകയും ഒക്കെ ചെയ്യേണ്ടത് എന്ന് നമുക്ക് അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അധ്യാപനങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. ഇനി പ്രിയപ്പെട്ടവരെ, ഈ കുളിയുടെ വിശദമായ രൂപത്തിലേക്ക് ഞാൻ പ്രവേശിക്കുന്നില്ല. അതേ അവസരത്തിൽ ഈ മയ്യത്തിന്റെ നഖവും മുടിയുമൊക്കെ നീക്കേണ്ടതുണ്ടോ, വൃത്തിയാക്കേണ്ടതുണ്ടോ? അങ്ങനെ ഒരു പ്രത്യേകമായ നിർദ്ദേശം നഖവും മുടിയുമൊക്കെ നീക്കണമെന്ന് നിർദ്ദേശിക്കുന്നവര് സുന്നത്താണ് എന്നോ ആ നിലക്കുള്ള കാര്യങ്ങളൊന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമില്ലെന്ന് പ്രത്യേക നിർദ്ദേശങ്ങളൊന്നും സ്ഥിരപ്പെട്ടിട്ടില്ല എന്നതാണ് കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ അവരുടെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇനി പ്രിയപ്പെട്ടവരെ, കുളിപ്പിക്കൽ കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കുളിപ്പിക്കുന്നതിനിടക്കുണ്ടാകുന്ന മറ്റ്
കാര്യങ്ങളൊക്കെ മൂടിവെക്കണം, അത് പരസ്യപ്പെടുത്തരുത് എന്ന്. കുളിപ്പിക്കൽ കഴിഞ്ഞാലോ പിന്നെ വേണ്ടത് കഫൻ ചെയ്യലാണ്. എന്താണ് കഫൻ ചെയ്യൽ എന്ന് പറഞ്ഞാൽ കുളിപ്പിച്ചു കഴിഞ്ഞതിന്റെ ശേഷം മയ്യത്തിനെ വസ്ത്രം ധരിപ്പിക്കലാണ്. ഇതിനാണ് കഫൻ ചെയ്യുക എന്ന് പറയുന്നത്. ജീവിതകാലത്ത് നിഷിദ്ധമായ വസ്ത്രങ്ങളൊന്നും കഫൻ പുടവയായിട്ട് ഉപയോഗിക്കാൻ പാടില്ല എന്നതാണ് ഒന്നാമത്തെ നിയമം.